എൻ്റെ കയ്യിലൊരു സാധനം ഉണ്ട്. എന്താണെന്നറിയോ? ഈ സാധനം എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? നോക്കി നോക്കൂ. ഇത് എനിക്ക് ആശ തോന്നിയിട്ട് വാങ്ങിയതാണ്. എന്താ സംഭവം എന്നറിയോ? കൂണാണ്. മുളപ്പിച്ചെടുക്കുന്നതാണ്. എങ്കിലും നമ്മൾ നാടൻ കൂണിൻ്റെ അത്ര ടേസ്റ്റ് ഒന്നും കിട്ടില്ലല്ലോ. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ കുറേ വീഡിയോസിലായിട്ട് മഴക്കാലമല്ലേ, എല്ലാവർക്കും കൂണ് കിട്ടുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള പോസ്റ്റുകളും റീൽസും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് പ്രാവശ്യം കിട്ടിയില്ല. അതിൻ്റെ സങ്കടം തീർക്കാനായിട്ടാണ് ഞാൻ ഇപ്രാവശ്യം കൂണ് വാങ്ങിച്ചത്. അപ്പം ഇനിയിപ്പം കൂണ് കൊണ്ടുള്ളൊരു റെസിപ്പി ആയാലോ? നമുക്ക് നോക്കാം. വരും. നാടൻ കൂണിൻ്റെ ടേസ്റ്റ് ഒന്നും വന്നില്ലെങ്കിലും നമ്മുടെ ആശയ്ക്കൊന്ന് കഴിക്കാമല്ലോ, അതോർത്ത് വാങ്ങിയതാണ്. നല്ല കൂണല്ലേ? ഇത് തോന്നുന്നു നന്നായിട്ടുണ്ട്. വലുതെടുത്ത് കാണിച്ചു തരാം. ഇതാ എങ്ങനെയുണ്ട്? ഇതിന് മേലത്തെ കളയണ്ടേ? എനിക്കിതിൻ്റെ തോല് കളയണോ എന്നുള്ളത് അറിയില്ല. മേലത്തെ എന്നാലും കളയാം. ബട്ടർ മഷ്റൂം ആകുമ്പോൾ പ്രത്യേകിച്ച് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ചൊന്നല്ല കുറച്ചധികം ഇട്ട് ഞാൻ ആയിട്ട് തിളച്ച വെള്ളം ഇട്ട് ഒഴിച്ച് കൊടുക്കാം. വേറെ കളറൊന്നും ആയിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടില്ലേ, അതിൻ്റെ കളർ തന്നെയുള്ളൂ. ഒന്ന് ചൂടുവെള്ളത്തിലിട്ടപ്പോഴത്തേക്ക് എത്ര ചെറുതായി നോക്കൂ. നല്ലോണം ചെറുതായി. ഇത്രയും കുറച്ച് ഉള്ളി മതി നമുക്ക്. ഇതാകുമ്പോൾ മതിയാവും, കാരണം അത്രയല്ലേ ഉള്ളൂ, കുറച്ചല്ലേ ഉള്ളൂ നമുക്ക് കൂണും. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉള്ളി, ഈ ചെറിയ ഉള്ളി നേരാക്കി വെച്ചത് നമുക്കൊന്ന് ചതച്ചെടുക്കാൻ. നമുക്കൊന്ന് ചതച്ചെടുക്കാം. നാടൻ കറികൾക്ക് വെളിച്ചെണ്ണയെക്കാട്ടിലും മറ്റൊന്നും ടേസ്റ്റായിട്ട് കിട്ടില്ല. കുറച്ച് കടുകിട്ട് കൊടുക്കാം. കുറച്ച് കടുക് പൊട്ടിയത്, കറിവേപ്പില. നമുക്ക് നമ്മുടെ ചെറുള്ളി ചതച്ച് വെച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. അരയ്ക്കണ്ട, ഒന്ന് ചതച്ചാൽ മതി. ഒന്ന് വഴറ്റിയെടുത്ത ശേഷം മാത്രം അടുത്ത പണിയിലേക്ക് പോവാം. ഇവിടെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആരും വിചാരിക്കരുത് എനിക്ക് മഞ്ഞൾപ്പൊടിയിൽ ആരെങ്കിലും കൈവശം തന്നിട്ടുണ്ടോ എന്നുള്ളത്. കുറച്ച് മല്ലിപ്പൊടി, കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി കൂടെ ഇളക്കി കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം. എന്താണെന്നറിയോ? നമ്മുടെ കൂണൊന്ന് വേവണമല്ലോ. അപ്പം അടച്ചു വെച്ച് വേവിക്കുമ്പോഴത്തേക്കും കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കൂണ് വൃത്തിയാക്കി വെച്ചതും മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിച്ച വെള്ളത്തിലിട്ട് വെച്ചതൊക്കെ ഒന്ന് നിരക്കി ഇതിലേക്ക് തട്ടി കൊടുക്കാം. ഒന്ന് വെറുതെ ഒന്ന് ഇളക്കി വിടാം. ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇനി അത് അടഞ്ഞിരുന്ന് വേവട്ടെ. ഞാനൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. വലിയ കഷ്ണമായിട്ട് നോക്കിയാൽ വലിയ കഷ്ണം വരുന്നില്ല.
കുറച്ചും കൂടെ ഉപ്പ് വേണം. ഇതൊന്ന് കുറച്ചൊന്ന് വറ്റട്ടെ. എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇറക്കി വെക്കാം. ഇനി വേഗം ഇതൊന്ന് അടച്ചു വയ്ക്കും. എൻ്റെ അമ്മ പറയാറുണ്ട്, നമ്മൾ പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് കറിവേപ്പിലൊക്കെ ഞെരടി ഇടാറുണ്ട്. അങ്ങനെ ഇടുമ്പോൾ ഇളക്കാനൊന്നും നിൽക്കരുത്, വേഗം അടച്ചു വെക്കണം. അപ്പോഴേ വെളിച്ചെണ്ണയുടെ സ്മെല്ല് അതിലേക്ക് ഇറങ്ങുള്ളൂ എന്നുള്ളത്.